ഹായ്. ഫാദേഴ്സ് ഡേ ഒക്കെ അല്ലേ, കുറച്ച് കാര്യങ്ങൾ പറയാം. കെട്ടിയന് ഈ വീക്ക് 7 നൈറ്റ്സ് കണ്ടിന്യൂസ് ആണ് നൈറ്റ് ഡ്യൂട്ടി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? Do you like it? ഇത് എത്ര കിലോ കാണും? Yes. പേടിക്കണ്ട, ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ്. വരുന്ന വഴിക്ക് ഡൺ സ്റ്റോറി കയറി നാട്ടിലെ കുറേ പച്ചക്കറികളും മുട്ടനും മീനും മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പാട് അത് ക്ലീൻ ചെയ്ത് പീസാക്കി വെച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു തോരൻകറിയും വെച്ചു, ചോറും വെച്ചു വാർത്തു, വീടൊക്കെ വാക്യൂം ചെയ്തിട്ടു. എന്നിട്ട് കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോഴത്തേനും ഞാൻ കോഫി ഉണ്ടാക്കി വെച്ചു, ദോശ ഉണ്ടാക്കി വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ പിള്ളേരെ ബ്രഷും ചെയ്യിച്ച് പിള്ളേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. എന്നിട്ടൊരു 11:30 ആയപ്പോഴത്തേനും പുള്ളി കയറി കിടന്നു കേട്ടോ. ഉറങ്ങി എണീറ്റിട്ട് പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണേ. ആ സമയത്ത് ഞാൻ പിള്ളേരെയും കൊണ്ട് ഒന്ന് ലൈബ്രറിയിൽ പോയിട്ട് വന്നു. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്ന് പറയുന്നതെന്നല്ലേ. ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് ഒരു അപ്പനെന്ന നിലയിൽ 100% ബെസ്റ്റാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇനി ഒരു 100 വീടെടുത്താൽ 10 വീടുകളിൽ സംഭവിക്കുന്ന വേറൊരു സിനാരിയോ ഞാൻ പറയട്ടെ. അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നു. അമ്മ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ച് ആ വഴിക്ക് തന്നെ കുട്ടികൾ കൂടെ എഴുന്നേൽക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അവരെ നോക്കുന്നു. കുട്ടികളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടി വി വെച്ച് കൊടുത്ത് അവരെ ടി വിയുടെ മുമ്പിൽ കൊണ്ടുപോയിരുത്തുന്നു. എന്നിട്ട് അമ്മ ബാക്കി ഉച്ചക്കത്തേനും വൈകിട്ടത്തേനുമുള്ള ചോറ്, കറികൾ, വീട്ടിലെ 100 പണികൾ, എല്ലാ കാര്യങ്ങളുമായിട്ട് ഓടി നടക്കുന്നു. ഈ സമയം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന അപ്പൻ ഫോണും നോക്കി കട്ടിലേക്ക് കയറി കിടക്കുന്നു. എങ്ങനെ വന്നാലും ഉറങ്ങാൻ ഒരു 11 മണി 12 മണി വരെയാകും. ഈ സമയത്ത് കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല, വൈഫുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. രാത്രിയും പകലും ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കി വൈഫ് എക്സ്ട്രീംലി ടയേർഡ്. പാവാട വിസ കയറി വന്നവരെല്ലാം ഇവിടെ അടുക്കളപ്പണിയാണെന്നും പറഞ്ഞ് കളിയാക്കുന്ന വലിയൊരു വിഭാഗത്തോട്. ഈ പിള്ളേരുടെ പ്രൊഡക്ഷൻ സമയത്തെ കോൺട്രിബ്യൂഷൻ മാത്രം മതിയോടോ? പിന്നീട് അങ്ങോട്ട് വളർത്തുന്നതിലും നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഏറ്റെടുക്കണ്ടേ? ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരു സമയം വരെ പാരസൈറ്റ്സ് ആണ്. അപ്പൻ്റെയും അമ്മയുടെയും വെള്ളവും വെളിച്ചവും ചൂടും എല്ലാം വലിച്ചെടുത്ത് അവരെ അള്ളിപ്പിടിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ്. അപ്പം പിന്നെ 30-40 വർഷം മുമ്പ് നമ്മൾ ജനിച്ച സമയത്തെ സൊസൈറ്റിയുടെ നോംസും സ്റ്റാൻഡേർഡ്സും എന്ന പൊക്കിൾക്കൊടയിൽ അള്ളിപ്പിടിച്ച് നിങ്ങളവിടെ കിടക്കാതെ ആ കൂടെ നിങ്ങളുടെ പിള്ളേരും നിങ്ങളെ അള്ളിപ്പിടിച്ച് 30-40 കൊല്ലം പുറകിൽ കിടക്കും. അതേസമയം മാറി ചിന്തിക്കുന്ന ബാക്കി 90 പേരും ആ പൊക്കിൾക്കൊടിയെന്ന് കൈപിടിച്ച് എഴുന്നേറ്റ് ഓടുമ്പം അവർ കൂടെ കൈപിടിച്ച് അവരുടെ പിള്ളേരെയും കൂട്ടിയാണ് ഓടുന്നത്. ഈ സ്ട്രോങ് ആയിട്ടുള്ള അപ്പൻ്റെ ഏറ്റവും സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള പിള്ളേരായിട്ടാണ് ഈ 90 പിള്ളേർ വളരുന്നത്. അതേസമയം ബാക്കിയുള്ള 10 പിള്ളേർക്ക് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ 90 പിള്ളേർ ജീവിക്കുന്ന ഈ ലോകത്ത് കിടപിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അവർ തോറ്റുപോകൂടോ ജീവിതത്തിൽ നിങ്ങൾ കാരണം. ഫാദേഴ്സ് ഡേ ആയിട്ട് എൻ്റെ പിള്ളേരുടെ അപ്പനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ഹീസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. എൻ്റെ ചെറുക്കൻ കൊച്ചൊരു ജെൻറ്റിൽമാനാണ്. മെയിൽ സുപ്രീമസി എന്നൊരു ലോകത്തെക്കുറിച്ച് അവന് ഒരു ഐഡിയയില്ല. അവൻ കണ്ടിരിക്കുന്നത് അവൻ്റെ അപ്പനും അമ്മയും വീട്ടിൽ ഒരുപോലെ ജോലി ചെയ്യുന്നു, ഒരുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നു. വി ആർ ജസ്റ്റ് 2 ഹ്യൂമൻ ബീയിങ്സ്. അതുകൊണ്ട് മീനൂട്ടി വീട് മെസ്സാക്കിയിട്ട് അവൻ എന്നോട് ചോദിക്കുക പോലുമില്ല. നേരെ ഒരു ചൂലും പാത്രവും എടുത്ത് അവനത് ക്ലീൻ ചെയ്തിടും. അവൾ വീടിൻ്റെ ഭിത്തി വരച്ച് വെച്ചാൽ അവൻ നേരെ കിച്ചണിൽ നിന്നൊരു തുണി എടുത്തു കൊണ്ടുപോയി അത് ക്ലീൻ ചെയ്തിടും. എന്നോട് വന്നൊരു കംപ്ലൈൻറ്റ് പോലും പറയത്തില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. 3 വയസ്സ് മാത്രം ഏജ് ഗ്യാപ്പുള്ള അനിയത്തിയോട് അവൻ ഇന്ന് വരെ വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല. കാരണം അവൻ്റെ അപ്പനും അമ്മയും ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതും ഷൗട്ട് ചെയ്യുന്നതും അവൻ കണ്ടിട്ടില്ല. പിന്നെ വഴക്കെങ്ങനെയാന്ന് എന്താണെന്ന് അവനെങ്ങനെ അറിയാവുന്നേ? സോ അപ്പ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. യുവർ ബോയ് ഈസ് വെരി കൈൻഡ് ആൻഡ് കോൺഫിഡൻറ്റ്. ഇനി മീനൂട്ടീനെ കുറിച്ച് പറയാം. 2ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കൊരു ആൺകൊച്ചു തന്നെ മതിയെന്നായിരുന്നു. കാരണം എൻ്റെ വിചാരം പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, അമ്മമാരുടെ സോൾ റെസ്പോൺസിബിലിറ്റി. എപ്പോഴും നമ്മുടെ കണ്ണും കാതും പെൺപിള്ളേരുടെ മേലെ വേണം. അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡാഡീസ് പ്രിൻസസ് എന്നുള്ള വേർഡിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അവളുണ്ടായി കഴിഞ്ഞപ്പോഴേ എനിക്ക് ശരിക്കും മനസ്സിലായത്. ഞാൻ മാറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ മീനൂട്ടി കിടന്നുറങ്ങുന്നത് പൈസൻ്റെ കൂടെയാണ്. കാരണം ഞാൻ കൂടെ കിടന്ന നൈറ്റ് മുഴുവൻ കണ്ടിന്യൂസ് അവൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് നല്ല ഉറക്കം കിട്ടത്തില്ല. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ട എനിക്ക് നല്ല ഉറക്കം കിട്ടത്തില്ല. പിന്നെ രാത്രി മുഴുവൻ പാല് കുടിക്കുന്ന കൊച്ച് പിറ്റേ ദിവസം പകൽ നല്ല രീതി ഭക്ഷണം കഴിക്കത്തില്ല. അതുകൊണ്ടെന്താ ഇപ്പം പനി പിടിച്ച് വല്ലാതെ വിറച്ചിരിക്കുക. എന്നിട്ടും മുലപ്പാൽ കുടിക്കുന്ന പിള്ളേർ സാധാരണ അമ്മയുടെ എളിയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കേണ്ട ടൈമാണ്. അവൾക്ക് അമ്മ വേണമെന്നില്ല, അവൾക്ക് അപ്പം മതി. മീനെന്ന് പറഞ്ഞാൽ മാത്രം നേരെ ഓപ്പോസിറ്റാണ്. അവൾ അൺസ്റ്റോപ്പബിളാണ്. അവൾ എപ്പോഴും ഹാപ്പിയാണ്. അവൾ ഫുൾ ടൈം പാട്ട് പാടിക്കൊണ്ടേ നടക്കുകയുള്ളൂ, എപ്പോഴും തുള്ളിക്കൊണ്ടേ നടക്കുകയുള്ളൂ. എപ്പോഴും അവൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റി ലെവലാണ്, എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം അവൾക്ക്. കാരണം അവളെ സ്റ്റോപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇവിടെ ആരും ഇല്ല. പകരം അവളെ എല്ലാ കാര്യത്തിനും എൻകറേജ് ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനും അവളുടെ സ്ട്രോങ് പില്ലറായിട്ടൊരു അപ്പനുണ്ട്. അവൾ എന്ത് ട്രബിളിലാണേലും അവളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ അപ്പനെ കണ്ടുപിടിച്ച ഒരു ചേട്ടനുണ്ട് അവൾക്ക്. ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആ കൊച്ചിന് കൊടുക്കുന്നതിനും അപ്പായിക്ക് ഒരു 100 സല്യൂട്ട്. അപ്പോൾ ഇനി എത്ര പേർക്ക് പ്രൗഡായിട്ട് ഫാദേഴ്സ് ഡേ സ്റ്റാറ്റസ് ഇടാൻ പറ്റും? ഹാപ്പി ഫാദേഴ്സ് ഡേ.